കേരളത്തിൽ കോൺഗ്രസിനകത്തെ പോര് അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അതിനി ഒന്നുകൂടെ വർദ്ധിക്കും. കാരണം സീറ്റ് വിഭജനത്തിലേക്ക് കടക്കുമ്പോൾ എത്ര പേരെ തൃപ്തിപ്പെടുത്തണം? താഴേത്തട്ടിൽ പെട്ടിയെടുപ്പുകാർ മുതൽ അങ്ങ് കടൽ കിഴവന്മാർ വരെ അങ്ങനെ വായും പൊളിച്ചിരിക്കുകയല്ലേ സീറ്റിന് വേണ്ടി. ആ കോൺഗ്രസ് പാർട്ടി എന്നാണ് ഇനി നന്നാകാൻ പോകുന്നത്? കേരളത്തിലെ കാര്യങ്ങൾ മുഴുവൻ നോക്കി നടത്തുന്ന ദീപാദാസ് മുൻഷി കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വെച്ച് കൂടിയപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് കാര്യങ്ങൾ അവലോകനം ചെയ്യാൻ കൂടിയ ഹൈക്കമാൻഡിനകത്ത് വി ഡി സതീശനെ പേരെടുത്ത് പറയാതെ അതിനിശ്ചിതമായി വിമർശിച്ചിരിക്കുകയാണ്. കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നില്ല, വേണ്ടത്ര സമയത്ത് അത്യാവശ്യമായിട്ടുള്ള നിർണായക യോഗങ്ങൾ വിളിക്കുമ്പോൾ എത്തിച്ചേരാതിരിക്കുക, നിസ്സഹകരണ മനോഭാവം വെച്ചു പുലർത്തുക, ഇതൊക്കെ പാർട്ടിയിൽ അനൈക്യം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. പ്രത്യേകമായിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കി നിൽക്കുക, ഇതെല്ലാമാണ് വി ഡി സതീശനെതിരെ ദീപാദാസ് മുൻഷി ഉന്നയിച്ചിരിക്കുന്നത്. വി ഡി സതീശൻ ഉത്തരവാദിത്തപ്പെട്ട ആളാണ്, പ്രതിപക്ഷ നേതാവാണ്, നിയമസഭാ കക്ഷി നേതാവാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരാൾ വളരെ പ്രധാനപ്പെട്ട നിർണായക യോഗങ്ങളിൽ പങ്കുചേരണം. അങ്ങനെ പങ്കുചേരാതിരിക്കുക, അഥവാ ചേർന്നാൽ തന്നെ വളരെ വൈകി എത്തുക, ഈ ഒരു നിലപാടാണ് വി ഡി സതീശനിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ദീപാദാസ് മുൻഷി കേന്ദ്രത്തിലെ ധരിപ്പിച്ചിരിക്കുന്നത്. കാരണം കോൺഗ്രസ് കഴിഞ്ഞ ദിവസം, അതായത് രാഹുൽ ഗാന്ധി തന്നെ ഒന്ന് വിരട്ടിയിട്ടിരിക്കുക. രാഹുൽ ഗാന്ധിയുടെ വിരട്ടലൊന്നും ഏശാൻ പോകുന്നില്ല, അത് വേറെ കാര്യം. രാഹുൽ ഗാന്ധിയെ ആര് നന്നാക്കും? ആ ചെക്കനാണെങ്കിൽ കാര്യങ്ങൾ എത്തും പിടിയും ഒന്നും ഇല്ലാതെ നടക്കുകയാണ്. അങ്ങനെയുള്ള രാഹുൽ ഗാന്ധിയാണ് കേരളത്തെ തിരുത്താൻ വരുന്നത്. കാരണം അവർക്ക് ഇക്കുറി കേരളം എങ്ങനെയെങ്കിലും പിടിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ മിക്കവാറും കോൺഗ്രസ് എന്ന് പറയുന്ന ഇല്ലത്തിന് തീയിടും. അവർ തന്നെ തീയിടും. തീയിട്ടേ പറ്റൂ. കാരണം ഇവരെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല. നോക്കുക, പിണറായി വിജയന്റെ മൈലേജ് അങ്ങ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ തരത്തിലും ക്ഷേമ പെൻഷൻ അങ്ങ് വർദ്ധിപ്പിച്ചു. ഇതിപ്പോ അതിദാരിദ്ര്യ മുക്ത കേരളം എന്നൊക്കെ വിശേഷണം കൊടുത്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇതെല്ലാം ഈ അവസാന നിമിഷത്തെ തെരഞ്ഞെടുപ്പിൽ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പൊടിയിടിയിലാണെന്നുള്ളത് നമുക്ക് കൃത്യമായി അറിയാവുന്നതാണ്. ഇതിനെ ഒന്നും അതിജീവിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ക്ഷേമ പെൻഷൻ 2000 രൂപയിൽ നിന്ന് 2500 രൂപയായിട്ട് ഉയർത്തും. അപ്പോൾ എന്തെങ്കിലും പറയാൻ കഴിയുമോ കോൺഗ്രസിനകത്തുള്ള ഈ ഉണ്ണാക്കന്മാർക്ക്? 2500 രൂപയിലെത്തും. ഇവരുടെ 2016 പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ഷേമ പെൻഷൻ 2500 രൂപ വരെ എത്തിക്കുമെന്നുള്ളത്. കേരളം അതീവ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴും ഇങ്ങനെ വാരിക്കോരി ചെയ്യുമ്പോൾ ഇതിനകത്ത് മറ്റു ചില ഏർപ്പാടുകൾ കൂടി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്ത. ഇവർക്ക് ഇതിനെ ഒന്നും തന്നെ ചോദ്യം ചെയ്യാനോ മുമ്പോട്ട് കൊണ്ടുപോകാനോ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഒരു സമയത്ത് ഈ ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്നവർ തന്നെ കേരളത്തിൽ 68 ലക്ഷത്തോളം പേരുണ്ട്. ഒരു സമയത്ത് നമുക്കറിയാം സാധാരണക്കാരും ഒക്കെ ആശ്രയിക്കുന്ന സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങളില്ല. 13 ഇനം സാധനങ്ങൾക്കാണ് സബ്സിഡി ഉള്ളത്. ആ സാധനങ്ങൾ ലഭ്യമല്ലായിരുന്നു. അതിനെതിരെ ഒരു ചെറു വിരൽ പോലും അനക്കാനായിട്ട് ഈ കോൺഗ്രസ്സുകാർക്ക് കഴിഞ്ഞില്ല. കോൺഗ്രസിലെ വലിയ ആവേശവും തീപ്പൊരിയും ഒക്കെയായിട്ട് നടക്കുന്ന യുവത്വത്തിനും കഴിഞ്ഞില്ല. വെറും ചാനലുകളിൽ വന്നിരുന്ന ചർച്ചയിൽ വിളമ്പുക, വളവള വാചകമടിക്കുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവരെല്ലാം തന്നെ പ്രതിഷേധിച്ചത് എവിടെയാണ്? നിയമസഭയ്ക്ക് അകത്തു മാത്രം. സഭ കൂടുന്ന 14 ദിവസം അല്ലെങ്കിൽ 20 ദിവസം ആ ശീതീകരിച്ച മുറിക്കകത്ത് അല്ലെങ്കിൽ സഭ വോക്കൗട്ട് നടത്തി പുറമേ വന്ന് ആ ശീതളിമയിൽ അങ്ങനെ ഇരുന്നു കൊണ്ട് മാത്രമാണ് അവർ പ്രതിഷേധിച്ചിട്ടുള്ളത്. ഇതിൽ പുറത്തിറങ്ങി കഴിയുമ്പോൾ ഇവരാരും തന്നെ വെയിൽ കൊള്ളാനോ
ജനകീയ പ്രശ്നങ്ങളിൽ ജനങ്ങളെ കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രതിഷേധിക്കാനോ ഇവർക്കാർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇതൊക്കെ തന്നെയാണ് ദീപാദാസ് മുൻഷി ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചിരിക്കുന്നത്. ഹൈക്കമാൻഡിന്റെ അടുക്ക് നൽകിയിരിക്കുന്ന വിവരമനുസരിച്ച് കേരളത്തിൽ 2026 കോൺഗ്രസ് അധികാരത്തിൽ വരാൻ പ്രയാസപ്പെടും എന്നാണ്. അങ്ങനെ പ്രയാസപ്പെടുമെന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദികളായി മാറാൻ പോകുന്നത് വി ഡി സതീശനെ പോലുള്ളവരാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സണ്ണി ജോസഫിനെ എന്തിന് ഇരുത്തിയിരിക്കുന്നു? സണ്ണി ജോസഫ് KPCC അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്നു, മറ്റ് 3 വർക്കിംഗ് പ്രസിഡന്റുമാരെ ഭരണം നടത്തുന്നു. അപ്പോൾ എന്തിനു വേണ്ടിയാണ് സണ്ണി ജോസഫിനെ കൊണ്ടുവന്നതെന്ന് കേരളത്തിലെ മുഴുവൻ പേർക്കും അറിയാം. ന്യൂനപക്ഷ സമുദായമായ ക്രൈസ്തവരെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയാണ്. അവരെ ഒന്നുകൂടി അകന്നു പോവുകയാണ് ചെയ്തിട്ടുള്ളത്. സണ്ണി ജോസഫിനെ ഇങ്ങനെ ഒതുക്കിയിരുത്തുമ്പോൾ കാണുന്നത് മുസ്ലിം ലീഗ് ഇതെല്ലാം കണ്ട് നിശബ്ദത പാലിച്ചു നിൽക്കുകയാണ്. മുസ്ലിം ലീഗിന് അറിയാം കാര്യങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല. കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്നുണ്ടെങ്കിൽ പ്രയാസപ്പെടും. അങ്ങനെ പ്രയാസപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും പ്രതിപക്ഷത്തിരിക്കേണ്ട അവസ്ഥയിലേക്ക് പോകും. ആ അവസ്ഥയിലേക്ക് പോകാൻ ഒരിക്കലും ലീഗ് തയ്യാറാകത്തില്ല. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ദീപാദാസ് മുൻഷി ഇങ്ങനെ അതിശക്തമായിട്ട് കാര്യങ്ങൾ ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചത്. രാഹുൽ ഗാന്ധിയോടാണ് ധരിപ്പിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയോട് ധരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിനകത്ത് അടിവരയിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല. ആ രാഹുലിനോട് പറഞ്ഞിട്ട് വലിയ കഥയൊന്നും ഉള്ളതല്ല. രാഹുൽ ഗാന്ധിയെ ആര് നേരെയാക്കും? രാഹുൽ ഗാന്ധിക്ക് തന്നെ എത്തും പിടിയുമില്ലാതെ നടക്കുന്നു, ലക്കും ലഗാനുമില്ലാതെ വെളിവില്ലാതെ നടക്കുന്ന ഒരു കോൺഗ്രസ്സുകാരൻ മാത്രമാണ് രാഹുൽ ഗാന്ധി. ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രി എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുകയും ചെയ്യുന്നു. തക്കം കിട്ടുമ്പോൾ വിദേശത്ത് പോയി ഇന്ത്യക്കെതിരെ പൊരുതുക, ഈ ജോലിയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള രാഹുൽ ഗാന്ധിയോട് ദീപാദാസ് മുൻഷി കേരളത്തിന്റെ സ്ഥിതിയെ പറ്റി പറയുമ്പോൾ ഒരു പ്രയോജനവും ഇല്ല എന്നുള്ളതാണ്. മറിച്ച് ഇപ്പോൾ നോക്കുക, കേരളത്തിലെ ഗ്രൂപ്പുകളുടെ അങ്ങേയറ്റമായി തീർന്നുകൊണ്ട് കോൺഗ്രസിന് പറ്റിയിരിക്കുന്ന സംഭവം എന്ന് ചോദിച്ചാൽ, ഒരു ഉപതെരഞ്ഞെടുപ്പ് വരെ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരെ ഒരു വലിയ മൈലേജ് കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഒരു UDF തരംഗം കേരളത്തിൽ ഉണ്ടാകും എന്ന് പൊതുജനങ്ങളുടെ ഇടയിൽ ഒരു നല്ല ധാരണയുണ്ടായിരുന്നു. അത് മുഴുവൻ തകിടം മറിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റ വിഷയത്തിലൂടെയാണ്. അന്ന് രാഹുൽ മാങ്കൂട്ടത്തിനോട് MLA സ്ഥാനം രാജിവെക്കണം, യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം, അത് യൂത്ത് കോൺഗ്രസ്സുകാരന്മാരുടെ അല്ലേ, അതിലൊന്നുമല്ല കാര്യം. ആ യൂത്ത് കോൺഗ്രസിലുള്ളവരുമല്ല ഇതുപോലെ തന്നെയാണല്ലോ. MLA സ്ഥാനം ജനങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ട ആ പദവി അന്ന് രാജിവെക്കണമായിരുന്നു. രാജിവെച്ചിരുന്നു എങ്കിൽ കോൺഗ്രസിനൊരു ക്ലീൻ ഇമേജ് കിട്ടുമായിരുന്നു. പാലക്കാട് പിന്നെ ആരെങ്കിലും ജയിച്ചു പോകട്ടെ, അവർക്ക് പേടി BJP അവിടെ ജയിച്ചു കയറുമോ എന്നുള്ളത്. അപ്പോൾ BJPക്ക് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് അവിടെ നടത്തിയത് എന്നുള്ള ഒരു പേരുദോഷം കിട്ടുമോ എന്നുള്ളതാണ്. ജയിച്ചു പോകട്ടെ, എന്നാലും നിങ്ങളുടെ ഇമേജ് ക്ലീൻ ആകുമായിരുന്നല്ലോ. അത് നിങ്ങൾ തന്നെ തകർത്തു എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ യൂത്ത് കോൺഗ്രസിൽ നിന്ന് MLA സ്ഥാനത്ത് നിന്നും രാജിവെച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ 2026 അധികാരത്തിൽ വരുമായിരുന്നു. ഇപ്പോൾ VD സതീശനെ മാത്രം കുഴപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. കോൺഗ്രസ് മൊത്തം തകർച്ചയിലേക്കാണ് നീങ്ങുന്നത്.